പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NSൻ്റെ +2 ഹിസ്റ്ററിയുടെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. 21ാമത്തെ ചാപ്റ്റർ നാഷണൽ മൂവ്മെന്റ് ആൻഡ് ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, 1 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ്സുകൾക്കൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലാണ് ആദ്യമായിട്ട് ന്യൂ സിലബസ് അനുസരിച്ചുള്ള എക്സാം നടന്നത്. മൊത്തം സിലബസിന്റെ 60% നമ്മൾക്ക് പബ്ലിക് എക്സാമിന് വരുന്നത്. അതിൽ വരുന്ന ചാപ്റ്റർ ആണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇതിൽ വരുന്ന 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 4 മാർക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പ് അവതരിപ്പിച്ചു. ഇന്ന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ മലയാളത്തിൽ ആൻസർ ചെയ്യാം, അതിൻ്റെ ഒരു പ്രാക്ടീസും കൂടിയാണ് നമ്മളിവിടെ നൽകുന്നത്. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ 21ാമത്തെ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിന്റെ അടിയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണുന്നുണ്ട്. 2 മാർക്ക് 3 മാർക്ക് 4 മാർക്കൊക്കെ ഗൈഡിലാണ് വരുന്നത്. ഗൈഡ് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളുടെ ഗൈഡ് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വെൻ വാസ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോം? എപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത്? വിച്ച് ഇംഗ്ലീഷ് ഓഫീസർ പ്ലേഡ് സിഗ്നിഫിക്കന്റ്? ഇത് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഏത് ഇംഗ്ലീഷ് ഓഫീസറാണ് ഇതിനു വേണ്ടിയിട്ട് കൂടുതൽ പങ്കാളിയായത് എന്നതാണ്. അപ്പോൾ 1985 ഡിസംബറിലാണ് എന്ത് ചെയ്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച് A.O. ഹ്യൂം ആണ് ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തത്? ഫോർമേഷന് വേണ്ടിയിട്ട് പ്രധാന പങ്കാളിയായത്. രണ്ടാമത്തെ, ഹു അനൗൺസ് ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻഡ് വെൻ? ആരാണ് ബംഗാളിന്റെ പാർട്ടീഷൻ അനൗൺസ് ചെയ്തത്? എപ്പോഴാണ്? ആൻസർ ലോർഡ് കേഴ്സൺ പ്രഭു ആണ്. വർഷം 1905 ആണ്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് പോപ്പുലർ തിയേറ്റർ? ഏത് തിയേറ്ററിലാണ് ഫ്രം വാസ് യൂസ്ഡ് ടു സ്പ്രെഡ് നാഷണലിസ്റ്റ് ഫീലിംഗ്? നാഷണലിസ്റ്റ് ദേശീയപരമായ ഒരു ഫീലിംഗ് ഏത് തിയേറ്ററിലാണ് വന്നത്? ജാത്ര എന്നുള്ളതാണ്. നാലാമത്, വാട്ട് വാസ് ദ മെയിൻ റീസൺ ഫോർ ഷിഫ്റ്റിംഗ് ദി ക്യാപിറ്റൽ? ആണ് 1911 ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്താണ്? ഡിക്രീസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കൽക്കത്തയുടെ പ്രാധാന്യം കുറഞ്ഞതാണ്. അഞ്ചാമത്, ഹു ഫൗണ്ടഡ് ദി ഗദ്ദാർ മൂവ്മെന്റ് ഇൻ ദി സിറ്റീസ് ഓഫ് സാൻ ഫ്രാൻസിസ്കോ? ആരാണ് ഗദ്ദാർ മൂവ്മെന്റ് രൂപീകരിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. സൊഹാൻ സിംഗ്, ബക്ന ആൻഡ് ഹർദേവ്. ആറാമത്തെ, ഫ്രം വേർ ഡണ്ടി മാർച്ച് വാസ്? എവിടെയാണ് ഡണ്ടി മാർച്ച് സ്റ്റാർട്ട് ചെയ്തത്? സബർമതി ആശ്രയത്തിലാണ്. ഏഴാമത്, ഹു ബ്രോട്ട് ഔട്ട് ദി റവല്യൂഷണറി ജനറൽ? ആരാണ് റവല്യൂഷണറി ജനറൽ കൊണ്ടുവന്ന? ആരാ? മദാമ ക്യാമൻ. എട്ടാമത്, ആനി ബസന്റ് ആൻഡ് തിലക് സ്റ്റാർട്ട് വിച്ച്? ആനി ബസന്റും തിലക് ഏത് പ്രസ്ഥാനം ആരംഭിച്ചത്? ഹോം റൂൾ മൂവ്മെന്റ് ആണ്. 9, വെൻ വാസ് ദ റൗലറ്റ് സത്യാഗ്രഹം? എപ്പോഴാണ് റൗലറ്റ് സത്യാഗ്രഹം? 1919 ഏപ്രിൽ 6. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി പ്രൊവിൻസസ് കോൺഗ്രസ് ഗോട്ട് ആബ്സല്യൂട്ട് മെജോറിറ്റി ഡ്യൂറിംഗ് 1937 ഇലക്ഷൻ? ഹൗ മെനി പ്രൊവിൻസസ് ഉണ്ടായിരുന്നു? അത് എത്രത്തോളം പ്രൊവിൻസസ് 1937 ഇലക്ഷൻ ഉണ്ടായിരുന്നു? 5. ഇത്രയാണ് വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ്. എല്ലാ വിഷയത്തിൻ്റെയും ക്വസ്റ്റ്യനും ആൻസറും ആണ് ഇപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞത്. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഗൈഡുകൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും നമ്മൾ ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെൻറ്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡെല്ലാം നൽകുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നൽകുമ്പോൾ നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. ഇനി ആർക്കെങ്കിലും വീട്ടിലിരുന്നിട്ട് ഓൺലൈനായി പരീക്ഷ എഴുതാം, മൊബൈലിൽ എഴുതാൻ താല്പര്യമുള്ളവർക്ക് ബോസ് എഡ്യൂക്കേഷൻ SSLC +2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. അത് കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.